ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ഇനി ഈ ശാപവാക്കും പേറി ശ്യാമയ്ക്ക് ജീവിക്കാനാകില്ല. അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. ഇത്രയും നാൾ മറച്ചു വെച്ച രഹസ്യങ്ങൾ എല്ലാവരും അറിയട്ടെ. ഇനിയെങ്കിലും എൻ്റെ കുഞ്ഞേച്ചിയും വിഷ്ണുവേട്ടനും ഒന്നിച്ച് ജീവിക്കട്ടെ. മതി, ഇനി എല്ലാം മതിയാക്കുവാണ്. ഈ ശ്യാമയ്ക്കിനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് വേണ്ടി എൻ്റെ ജീവിതം എന്നെ ഓർത്തല്ലേ എൻ്റെ കുഞ്ഞേച്ചിയുടെ ജീവിതം പോലും വേണ്ടാന്ന് വെക്കുന്നത്. പാടില്ല, ഇനി ഇത് പാടില്ല. ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ശ്യാമയ്ക്കാകില്ല. അവസാനിപ്പിക്കണം. എല്ലാം പറഞ്ഞ് എല്ലാവരെയും മനസ്സിലാക്കിയിട്ട് ഈ ശ്യാമയുടെ ജീവിതം അവസാനിപ്പിക്കണം. സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ സത്യാമ്മ ഒരിക്കലും എന്നെ ഇവിടെ നിർത്തില്ല. രോഹിത്തിനെ ഒരിക്കലും എന്നെ ഉൾക്കൊള്ളാനും കഴിയില്ല. ഇത്രയും നാൾ വഞ്ചിച്ചതിന് രോഹിത് എന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. ഇത്രയും നാളും ഞാൻ രോഹിത്തിനെ വഞ്ചിച്ചതിന് ആദ്യം രോഹിത് തന്നെ ആയിരിക്കും എന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുന്നത്. എല്ലാവരെയും ഇത്രയും നാളും ചതിച്ചതിന് എൻ്റെ സ്ഥാനം ഇനി ഈ വീടിൻ്റെ പുറത്തായിരിക്കും. അതിലും ഭേദം മരണമാണ്. ഈ ശ്യാമയുടെ മരണം കൊണ്ട് എല്ലാം അവസാനിക്കട്ടെ. എൻ്റെ മരണം മൂലം ഒരു ജീവിതം കിട്ടുന്നത് ഒരു കുടുംബത്തിനാണ്. എനിക്കത് മാത്രം മതി എൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ. എൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ ഞാൻ ഈ ചെയ്യുന്ന ഈ നന്മ ഒന്ന് മാത്രം മതി. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് തൻ്റെ മരണം ഉറപ്പാക്കിക്കൊണ്ട് തന്നെ ശ്യാമ പെട്ടെന്നൊരു വെള്ള പേപ്പർ എടുത്ത് ആ പേപ്പറിലെല്ലാം എഴുതുകയാണ്. ഞാൻ ഈ കത്തെഴുതുന്നത് ഈ കുടുംബത്തിന് വേണ്ടിയാണ്. ഇത്രയും നാൾ ഞാൻ മറച്ചു വെച്ച വലിയൊരു രഹസ്യം ഞാൻ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. പപ്പി എൻ്റെ മോളല്ല. എൻ്റെ കുഞ്ഞേച്ചിക്ക് വിഷ്ണുവേട്ടനിൽ പിറന്ന ഇരട്ടക്കുട്ടികളിൽ ഒന്നാണ് പപ്പി. പക്ഷേ സത്യമോക്കോ പപ്പിമോക്കോ ഈ വിവരം ഒന്നും അറിയില്ല. എനിക്ക് അബോർഷനായപ്പോൾ എനിക്കിനി ഒരിക്കലും കുട്ടികൾ ഉണ്ടാകില്ലെന്ന് ഡോക്ടർ തുറന്നു പറഞ്ഞപ്പോൾ സത്യാമ്മയുടെയും രോഗത്തിൻ്റെയും സ്നേഹം നഷ്ടപ്പെടാതിരിക്കാനായി എനിക്ക് ഗർഭിണിയായിട്ട് അഭിനയിക്കേണ്ടി വന്നു. അത് ഈ ശ്യാമയുടെ ഗതികേട്. പിന്നീട് ആ വലിയ കള്ളം മറയ്ക്കാനായി ഇരട്ടക്കുട്ടികളെ പ്രസവിച്ച എൻ്റെ കുഞ്ഞേച്ചി എൻ്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി ഒരു കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചതായിട്ട് വളർത്താൻ എനിക്ക് തന്നു. ആ കുഞ്ഞാണ് എൻ്റെ പപ്പിമോൾ. വിഷ്ണുവേട്ടൻ്റെ സ്വന്തം രക്തത്തിൽ പിറന്ന ആ 2 കുഞ്ഞുങ്ങളെയും എൻ്റെ രക്ഷയെ കരുതി 2 വീടുകളിൽ വളർത്തിയതിൻ്റെ കാരണവും ഞാൻ തന്നെയാണ്. ഈ ഒരു സത്യം മറച്ചു വെച്ചതുകൊണ്ടാണ് സത്യയുടെ അച്ഛൻ വിഷ്ണുവേട്ടനാണെന്ന് എൻ്റെ കുഞ്ഞേച്ചിക്ക് തുറന്ന് പറയാൻ പോലും പറ്റാത്തത്. ചങ്കു പൊട്ടിക്കരഞ്ഞും കണ്ണുനീർ തുടച്ചും ശ്യാമ എഴുതുകയാണ്. മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഇത്രയും നാൾ മറച്ചു വെച്ച ഈ സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ എൻ്റെ ജീവൻ തന്നെയാണ് ബലിയർപ്പിക്കുന്നത്. രോഹിത്തെ, ഇത്രയും നാൾ ഈ സത്യങ്ങളെല്ലാം മറച്ച് ഞാൻ വെച്ചതിന് മാപ്പ്. സത്യാമ്മേ, എനിക്ക് മാപ്പ് തരണേ. വിഷ്ണുവേട്ട, സത്യങ്ങളൊക്കെ മനസ്സിലാക്കി എൻ്റെ കുഞ്ഞേച്ചിയെയും സത്യയെയും പപ്പിയെയും സ്വീകരിക്കണേ വിഷ്ണുവേട്ട. ഏതെങ്കിലും ഒരു ലോകത്തിരുന്ന് നിങ്ങൾ അച്ഛനും അമ്മയും മക്കളും കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണണം എന്ന് നിങ്ങളുടെ സ്വന്തം ശ്യാമ ചങ്ക് പൊട്ടി കരഞ്ഞ് കണ്ണുനീരൊഴുകി ആ പേപ്പറിൻ്റെ മണ്ടയ്ക്കൂടൊക്കെ ഇങ്ങനെ വീഴുവാണ്. ഹൃദയവേദനയോടെ ശ്യാമ രോഹിത്തും പപ്പിമോളും ഉറങ്ങുന്നിടത്ത് വന്നിങ്ങനെ നോക്കി നിൽക്കുക. ഇതൊന്നും അറിയാതെ നിഷ്കളങ്കതയോടെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന രോഹിത്തിൻ്റെയും പപ്പിമോളുടെ അടുത്ത് വന്ന് ശ്യാമ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്നിട്ട് മുട്ടുകുത്തി രോഹിത്തിൻ്റെ തലക്കീഴിൽ ഇരുന്നുകൊണ്ട് പറയുന്നു, രോഹിത്തെ, എന്നോട് ക്ഷമിക്കണേ. ഇനിയും ഈ സത്യവും പേറി എനിക്ക് മുന്നോട്ട് പോവാനാവില്ല രോഹിത്തെ. ഇനിയും ഈ സത്യം മറച്ചു വെച്ചാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഈ സത്യങ്ങളൊക്കെ രോഹിത് എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. ഇത്രയും നാളും സ്വന്തം ചോരയാണെന്ന് കരുതിയ കുഞ്ഞാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് ആരും അല്ലാതാകുന്നത്. ഒന്നിച്ച് ജീവിച്ച് കൊതി തീർന്നില്ല രോഹിത്തെ. എന്നാലും ഈ ശ്യാമ യാത്ര ചോദിക്കുവാണ്. ഈ സത്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരുന്നാൽ പിന്നെ നിങ്ങളുടെ മുന്നിൽ എനിക്ക് വരാൻ കഴിയില്ല. നിങ്ങളെ എല്ലാം വിട്ടുപോകാൻ എനിക്ക് ഒരുപാട് വേദനയുണ്ട്. ഒന്നിച്ച് ജീവിച്ച് കൊതി തീർന്നിട്ടല്ല രോഹിത്തെ ഞാൻ ഈ തീരുമാനമെടുത്തത്. ഞാൻ കാരണം ആർക്കും ഇനി ഒരു ദുരിതം ഉണ്ടാകരുത്. ഇനി ഇതല്ലാതെ ഈ ശ്യാമയ്ക്ക് വേറൊരു മാർഗവും കാണുന്നില്ല രോഹിത്തെ. വേദനയോടെയാണ് ഞാൻ ഈ പോകുന്നത്. എന്നെ വല്ലപ്പോഴുമെങ്കിലും ഓർക്കണേന്ന് പോലും എനിക്ക് പറയാൻ അർഹതയില്ല. എന്നാലും എന്നെ വെറുക്കല്ലേ രോഹിത്തെ എന്ന് പറഞ്ഞ് രോഹിത്തിനെ നോക്കി പൊട്ടി കരയുവാണ്. എന്നിട്ട് ഒന്നും അറിയാതെ ഉറങ്ങുന്ന പപ്പിമോളുടെ അടുത്ത് ചെന്നിട്ട്, മോളെ പപ്പി, അമ്മയുടെ പൊന്നു മോളെ, എനിക്കിനി നിന്നെ കാണാൻ പറ്റില്ലല്ലോ.
എന്നാലും ഈ അമ്മ സങ്കടപ്പെടുന്നില്ല മോളെ പ്രസവിച്ച അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് മോളെ വിട്ടിട്ടാണ് ഈ ശ്യാമ പോകുന്നത്. സങ്കടം സഹിക്കാൻ വയ്യാതെ ശ്യാമ ഉറങ്ങിക്കിടക്കുന്ന പപ്പിമോടെ തല ഇങ്ങനെ തടയി ഉമ്മ കൊടുത്തുകൊണ്ട് ഹൃദയവേദനയോടിങ്ങനെ നോക്കി നിന്നിട്ട് പതുക്കെ അവിടെ നിന്ന് നടന്ന് പുറത്തോട്ട് പോവുകയാണ്. അങ്ങനെ ശ്യാമ ആ റൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴും സങ്കടത്തോടെ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന രോഗത്തിനെയും പപ്പിമോളെയും നോക്കി വിങ്ങുവാണ്. അങ്ങനെ ചങ്ക് പിളരുന്ന വേദനയും സങ്കടവും കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ടവരെയും ഉറ്റവരെയും ഇത്രയും നാളും ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തിയ പപ്പിമോളെയും രോഹിത്തിനെയും സത്യാമ്മയും എല്ലാവരെയും ഈ വീട് തന്നെ ഉപേക്ഷിച്ച് പോവുകയാണല്ലോ എന്നുള്ള സങ്കടത്തോടെ ശ്യാമ ഇങ്ങനെ മുകളിൽ നിന്നും ഓരോ സ്റ്റെപ്പും പതുക്കെ കരഞ്ഞോണ്ട് ഇറങ്ങി വരികയാണ്. എന്നിട്ട് താഴെ വന്ന ഹോളിലെ ടീപ്പോയിലിരിക്കുന്ന ബുദ്ധൻ്റെ പ്രതിമയുടെ താഴെ ശ്യാമ എഴുതിയ ആ കത്ത് അവിടെ വെച്ചിട്ട് ശ്യാമ അങ്ങനെ നെഞ്ച് പൊട്ടിക്കൊണ്ട് കരഞ്ഞോണ്ട് വെളിയിലോട്ട് ഇറങ്ങി പോവുകയാണ്. ശ്യാമ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി 2-3 സ്റ്റെപ്പ് നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്കൂട്ടർ വരുന്ന ശബ്ദം കേട്ട് ശ്യാമ അങ്ങോട്ട് മറിഞ്ഞു നിൽക്കുകയാണ്. നോക്കുമ്പോൾ അവിടുത്തെ പിള്ളയാണ് വരുന്നത്. പിള്ള അവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലെ രാത്രിയിലെ ഉത്സവമൊക്കെ കണ്ട് വെടിക്കെട്ടുമൊക്കെ കണ്ട് കുറച്ച് താമസിച്ചു പോയി. പിള്ള അങ്ങനെ അവിടെ വന്ന് നിന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ ഇത്രയും താമസിച്ചു പോയി, ഇനി അകത്തോട്ട് കയറി ചെന്ന രാഘവൻ സാർ വഴക്ക് പറയും, അതുകൊണ്ട് കുഴപ്പമില്ല, ഈ പടിപ്പുരയിൽ എവിടെയെങ്കിലും അങ്ങ് കിടക്കാം. അവിടെ മറിഞ്ഞു നിന്ന ശ്യാമ പെട്ടെന്ന് പുറത്തോട്ട് ഓടുകയാണ്. പുറത്തോട്ട് ഓടുന്ന ശ്യാമ അവിടെ കിടന്ന ഒരു കല്ലിൽ തട്ടി തലയടിച്ച് കമന്നടിച്ച് അങ്ങ് ഉരുണ്ട് വീഴുവാണ്. ആരോ വീഴുന്ന ശബ്ദം കേട്ട് പിള്ള എളുപ്പയോ ആരാ എന്താ എന്നും പറഞ്ഞ് ഓടി വന്ന് നോക്കുമ്പോൾ ശ്യാമ ബോധമില്ലാതെ കിടക്കുകയാണ്. അയ്യോ ശ്യാമക്കുഞ്ഞല്ലേ, ശ്യാമക്കുഞ്ഞെ എന്ത് പറ്റി, ശ്യാമക്കുഞ്ഞെ എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചിട്ടും ശ്യാമയ്ക്കൊരു അനക്കവുമില്ല. പിള്ള അവിടെ കിടന്ന് ബഹളം വെക്കുവാണ്. അയ്യോ സത്യാമ്മേ ഓടിവായോ, ആരെങ്കിലും ഒന്ന് ഓടിവായോ, ശ്യാമക്കുഞ്ഞിവിടെ ബോധമില്ലാതെ കിടക്കുന്നേ, അയ്യോ രാഘവൻ സാറേ പൊന്നി എല്ലാവരും ഒന്ന് ഓടിവായോ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുമ്പോൾ ആ ബഹളം കേട്ട് പൊന്നി പെട്ടെന്ന് ഉണർന്ന് ഓടി വരികയാണ്. എന്താ പിള്ളച്ചേട്ടാ, ദേണ്ട ശ്യാമക്കുഞ്ഞിവിടെ ബോധം കെട്ട് കിടക്കുന്നു. ശ്യാമക്കുഞ്ഞ് എങ്ങനെ അവിടെ വന്നു? അയ്യോ എനിക്കൊന്നും അറിയില്ല, എല്ലാവരും ഒന്ന് ഓടിവായോ എന്നും പറഞ്ഞിങ്ങനെ പിള്ള അവിടെ കിടന്ന് ബഹളം വെക്കുവാണ്. അങ്ങനെ അവരുടെ എല്ലാം ബഹളവും ശബ്ദവും കേട്ട് സത്യഭാമ ഉണർന്ന് സത്യാമ്മ ഇറങ്ങി എളുപ്പം ഓടി വരികയാണ്. രാഘവേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ ഭാമ, എന്താ അവിടെ? ഒന്നും അറിയില്ല രാഘവേട്ട, എന്തോ ബഹളം കേൾക്കുന്നു, എന്താണെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് സത്യാമ്മ ഇറങ്ങി വെളിയിൽ വരുമ്പോൾ പിള്ളയും പൊന്നിയും അവിടെ നിൽക്കുന്ന ആരോ അവിടെ കിടക്കുന്നു. എന്താ പിള്ള, എന്ത് പറ്റി എന്ന് സത്യാമ്മ ചോദിക്കുമ്പോൾ അയ്യോ ശ്യാമക്കുഞ്ഞിവിടെ ബോധമില്ലാതെ കിടക്കുന്നു. ശ്യാമയോ, അവളെങ്ങനെ അവിടെ എത്തി, അവൾക്ക് എന്ത് പറ്റി എന്നും പറഞ്ഞ് സത്യാമ്മയെ ഓടി വരികയാണ്. അവരെല്ലാവരും ശ്യാമയെ വിളിച്ച് കുലുക്കിയിട്ടുമൊന്നും ഒരനക്കവുമില്ല. ശ്യാമയുടെ ബോധം പോയി കിടക്കുകയാണ്. ഈ സമയത്ത് രോഹിത്ത് ഉണരുന്നുണ്ട്. എന്താ സത്യാമ്മയെന്നും പറഞ്ഞ് ഓടി വരുമ്പോൾ രോഹിത്തെ ദാണ്ട ശ്യാമ നിൻ്റോടല്ലേ കിടന്നുറങ്ങിയത്, അവൾ എങ്ങനെ ഇവിടെ വന്ന്, ദാണ്ട അവൾ ബോധമില്ലാതെ കിടക്കുന്നു, എന്ത് പറ്റി ഇവക്ക്, ശ്യാമയെന്ന് എല്ലാവരും വിളിക്കുകയാണ്. ഈ സമയത്തെല്ലാം നമ്മുടെ വിഷ്ണു ഇതൊന്നും അറിയുന്നില്ല. വിഷ്ണു നല്ല വെള്ളമൊക്കെ അടിച്ച് ഫുൾ പൂസിലാണല്ലോ കിടന്നുറങ്ങുന്നത്, അതുകൊണ്ട് വിഷ്ണു മാത്രം ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ശ്യാമയെടുത്ത് ഹാളിൽ കൊണ്ടുവന്ന് കിടത്തി വെള്ളമൊക്കെ തളിച്ച് നോക്കുന്നു. സത്യാമ്മയാകെ ഭയങ്കര സ്നേഹത്തോടാണ് മോളെ ശ്യാമേ കണ്ണു തുറക്കും, മോക്ക് എന്ത് പറ്റി എന്നും പറഞ്ഞിങ്ങനെ വെള്ളമൊക്കെ തളിച്ചിട്ടും ശ്യാമ കണ്ണു തുറക്കുന്നില്ല. എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുവാണ്. സത്യാമ്മ ഉടനെ രാഘവേട്ടനോട് പറയുക, ഇതാ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത്, കുടുംബക്ഷേത്രത്തിലെ പൂജയും വിളക്കും എല്ലാം മുടങ്ങി, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ, അതിൻ്റെ ദോഷം ഓരോന്നിങ്ങനെ കാണിക്കുവാണ്. പെട്ടെന്ന് തന്നെ കുടുംബക്ഷേത്രത്തിൽ മുടങ്ങിപ്പോയ പൂജയും വഴിപാടുകളും ഒക്കെ നടത്തണം. ഇതൊക്കെ കേട്ട് രാഘവേട്ടൻ ഇങ്ങനെ വിശ്വാസമില്ലാത്ത രീതിയിൽ ഭാമയെ തന്നെ നോക്കുന്നുണ്ട്. സത്യാമ്മ വീണ്ടും ശ്യാമയെ വെള്ളം തളിച്ച് മോളെ എഴുന്നേക്ക്, മോക്ക് എന്ത് പറ്റി, കണ്ണു തുറക്കും മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പതുക്കെ ശ്യാമ കണ്ണു തുറക്കുന്നു. ശ്യാമ കണ്ണു തുറക്കുമ്പോൾ രാഘവേട്ടൻ അങ്ങ് ഭയങ്കര സന്തോഷമാവുകയാണ്. രാഘവേട്ടൻ സന്തോഷത്തോടെ മോക്ക് എന്താ പറ്റിയത്? ശ്യാമയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ശ്യാമ പെട്ടെന്ന് ഞെട്ടി എണീറ്റിട്ട് ശ്യാമ വെച്ച കത്താണ് നോക്കുമ്പോൾ ആ ബുദ്ധപ്രതിമയുടെ അടുത്ത് ആ കത്ത് കാണുന്നില്ല. ഈശ്വര, ആ കത്ത് കാണുന്നില്ല, ആരാ കത്തെടുത്തത്, ഇത് ആരെങ്കിലും എടുത്ത് വായിച്ചോ? ശ്യാമയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ശ്യാമ യഥാർത്ഥത്തിൽ ഒരു ഭ്രാന്ത് പിടിച്ച പോലെ അവിടെ നിന്ന് എല്ലാവരെയും നോക്കി പിച്ചും പേയും പറയുവാണ്. ശ്യാമ കാണിക്കുന്ന ഈ പ്രവൃത്തികളൊക്കെ കണ്ട് അവർക്ക് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. എല്ലാവരും അങ്ങ് ഭയത്തോടെ ശ്യാമയെ നോക്കുക. ഇവൾ എന്തുവായി കാണിക്കുന്നത്? മാനസിക നില തകർന്ന ഒരുത്തരുടെ പ്രവൃത്തി പോലാണല്ലോ ഇവൾ കാണിക്കുന്നത്. മോളെ, നിനക്ക് എന്താ പറ്റിയത്? നീ എങ്ങനെയാ അവിടെ പോയത്? ആരാ നിന്നെ വിളിച്ചുകൊണ്ട് പോയത് എന്നൊക്കെ ഇങ്ങനെ സത്യാമ്മ ചോദിക്കുന്നുണ്ട്. സത്യാമ്മയുടെ ചോദ്യത്തിനൊന്നും ശ്യാമയ്ക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. ശ്യാമ ആ
കത്ത് വച്ചിടത്തോട്ട് ഇങ്ങനെ നോക്കി വിരളുവാണ്. മോളെ നീ എന്തായി കാണിക്കുന്നത്? എന്ത് പറ്റി നിനക്ക്? നീ തുറന്നു പറ. ഞങ്ങൾ ആരും മോളെ വഴക്ക് പറയത്തില്ല. അകത്ത് കിടന്ന മോളെ എങ്ങനെ പുറത്തെത്തി? സത്യാമ്മേ അത് സത്യാമ്മേ എനിക്ക് ഒന്നും അറിയില്ല. മോളെ എന്തുണ്ടെങ്കിലും തുറന്നു പറ, നമുക്കതിന് പരിഹാരം കാണാം എന്നിങ്ങനെ രാഘവേട്ടൻ പറയുമ്പോൾ അച്ഛാ എനിക്കറിയില്ല, എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. രോഹിത് ഇങ്ങനെ അന്തം വിട്ട് ശ്യാമയെ തന്നെ നോക്കി നിൽക്കുക. ദൈവമേ ഇവക്കിത് എന്ത് പറ്റി? ഇവക്ക് ഭ്രാന്ത് പിടിച്ചോ? ഒന്നും അറിയാതെ രോഹിത് ഇങ്ങനെ വരണ്ട് നിൽക്കുവാണ് ശ്യാമയെ നോക്കി. ശ്യാമയാണെ എല്ലാവരെയും ചുറ്റും നോക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് താഴെയോട്ട് വീഴുവാണ്. ഇത്രയും സംഭവങ്ങളെല്ലാം അവിടെ ഹാളിൽ നടക്കുന്നെങ്കിലും ഇതൊന്നും നമ്മുടെ വിഷ്ണു അറിയുന്നില്ല. വിഷ്ണു ഇങ്ങനെ വായും പൊളന്ന് കിടന്നങ്ങ് ഉറങ്ങുക. ഇല്ലേ നിങ്ങൾ പറ, നിങ്ങൾ ഇവളെ എവിടെ വെച്ചാ കണ്ടത്? അയ്യോ ഞാൻ നോക്കുമ്പോൾ ശ്യാമക്കുഞ്ഞ് പുറത്തോട്ട് ഓടുന്ന കണ്ട് പെട്ടെന്ന് അവിടെ തട്ടി വീഴുകയും ബോധം പോവുകയാണ് ചെയ്തത്. ശ്യാമ സത്യാമ്മയുടെ 2 പാദത്തേലോട്ടും കൈവച്ച് അങ്ങ് ഏങ്ങി കരയുവാണ്. സത്യാമ്മയെ എന്നോട് ക്ഷമിക്കണേ, സത്യാമ്മയെ എന്നോട് ക്ഷമിക്കണേ എന്നും പറഞ്ഞ പാദത്തേലോട്ട് കൈവച്ച് ഇങ്ങനെ അങ്ങ് കരയുവാണ്. സത്യാമ്മ ഇത് കണ്ടങ്ങ് അമ്പരക്കുക. എന്താ ഈ കൊച്ചിന് പറ്റിയത്? എന്താ മോളെ നിനക്ക് പറ്റിയത്? നിന്നോട് ഞങ്ങൾക്ക് ഒരു പിണക്കവുമില്ല, ഒരു വെറുപ്പുമില്ല. മോളെ എന്താ പറ്റിയത്? മോൾ പറ. മോളെ നീ കരയണ്ട, ഇനി സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് സത്യാമ്മയും രാഘവേട്ടനും ഒക്കെ ശ്യാമയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ ശ്യാമ ഇതൊന്നും കേൾക്കുന്നില്ല. ശ്യാമ കടന്നങ്ങ് കരച്ചിലോടെ കരച്ചിൽ തന്നെ. സത്യാമ്മേ എന്നെ വെറുക്കല്ലേ, എന്നോട് ക്ഷമിക്കണേ, സത്യാമ്മയെ ഞാൻ പാവുക, സത്യാമ്മയെ എന്നെ രക്ഷിക്കണേ, സത്യാമ്മയെ എന്നോട് പൊറുക്കണേ. ഇതൊക്കെ തന്നെ പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ട് സത്യാമ്മയുടെ കയ്യേലും കാലേലും ഒക്കെ ശ്യാമ ഇങ്ങനെ പിടിച്ചോണ്ടങ്ങ് കരയുവാണ്. ശ്യാമ വീണ്ടും നോക്കുന്നുണ്ട്. അവൾ എഴുതി വെച്ച ആ കത്ത് താഴെ എവിടെങ്കിലും കിടക്കുന്നുണ്ടോ? അവിടെ എങ്ങും ആ കത്ത് കാണുന്നില്ല. ഈശ്വര, ആ കത്ത് ആരുടെ കയ്യിലാണ് കിട്ടിയത്? ആ കത്ത് ഇവരാരെങ്കിലും വായിച്ചോ? പക്ഷെ ഇവരുടെ ആരുടെ മുഖത്ത് അതിൻ്റെതായ ഒരു ഭാവവ്യത്യാസവും കാണുന്നില്ലല്ലോ. അപ്പോഴാ കത്ത് എവിടെ പോയി? ഇത് തന്നെ ശ്യാമ ഇങ്ങനെ ചുറ്റും നോക്കി ഇങ്ങനെ വരണ്ട് നോക്കുവാണ്. പെട്ടെന്ന് സത്യാമ്മ പൊന്നിയോട് പറയുന്നു, പൊന്നി ഇവളെ മുറിയിലൊന്ന് കൊണ്ടുപോയി കിടത്ത്, കുറച്ചു നേരം ഒന്ന് കിടന്ന് മയങ്ങുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറും. അങ്ങനെ പൊന്നി ശ്യാമയും കൊണ്ട് അകത്ത് മുറിയിലോട്ട് കൊണ്ടുപോവുകയാണ്. പൊന്നി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്നോടെങ്കിലും പറ, എന്ത് പറ്റി മോക്ക്? പൊന്നി ചേച്ചി എന്നും പറഞ്ഞ് ഒന്നും പറയാനാകാതെ ശ്യാമ പൊന്നിയെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുവാണ്. അങ്ങനെ ശ്യാമയ്ക്കുണ്ടായ കാര്യങ്ങളൊന്നും ആരോടും തുറന്നു പറയാനും പറ്റുന്നില്ല. ആകെ ശ്യാമ ഇങ്ങനെ സങ്കടപ്പെടുവാണ്. ശ്യാമയ്ക്ക് ആത്മഹത്യ ചെയ്യാനും പറ്റിയില്ല. ആ കത്ത് ആരുടെ കയ്യിലാണ് കിട്ടിയത്? ആ കത്ത് ആരുടെ കയ്യിൽ കിട്ടിയാലും ഇനി പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാകുമല്ലോ. അങ്ങനെ ആകെ ഭയന്ന അങ്കലാപ്പോടെ ശ്യാമയങ്ങനെ പൊന്നിയെ കെട്ടിപ്പിടിച്ചങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ആ കത്ത് ആരുടെ കൈ കിട്ടി? ആ കത്തിനി അവിടെ എവിടെയെങ്കിലും മറഞ്ഞു കിടപ്പുണ്ടോ? ആ കത്ത് ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ എന്താണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നതെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.